നമസ്കാരം. ഹൈടാപ്പ് ഹാപ്പിനെസ് പ്രോഗ്രാമിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ജ്യോതിഷത്തിലെ കാമസൂത്രം. ജ്യോതിഷം ഓരോരോ ഭാവത്തിനെയും വസ്തുനിഷ്പദമായി നോക്കിയാൽ എങ്ങനെ കഴിഞ്ഞു ഇതിൻ്റെ പൂർവികന്മാർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ. ഞാൻ ഇതിൻ്റെ 7-ാം ഭാവത്തിനെ ഡിഫറൻ്റായ ലോജിക്കൽ പറയാൻ പോവാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾക്ക് സൂക്ഷ്മത്തിലേക്ക് വരാം. ഇല്ലെങ്കിൽ തിരുമേനി അൾട്ട ബുൾട്ട അടിച്ച് ഇന്നത്തെ മോഡേൺ സയൻസ് കോപ്പി ചെയ്ത് കൗണ്ടർ സൈക്കോളജിയാണ് നിങ്ങൾക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് ജ്യോതിഷൻ്റെ ഭാവസ്ഫോടത്തിലേക്ക് കടന്ന് സെക്സ് സൈക്കോളജിക്ക് നമുക്ക് വരാം. ഉഷാർ ആയിക്കോളൂ. മനസ്സിനെയും ശരീരത്തിനെയും ഫ്രീ ആക്കി വെച്ച് കേട്ടോളൂ. ഈ അപ്ഡേറ്റ് നിങ്ങൾ സ്വന്തം ഭാര്യൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്ന സമയത്ത്, ഭാര്യ ഇല്ലാത്തവർ സ്വസ്ഥമായ സമയത്ത് കേൾക്കണം. ഞാൻ പറയുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാം പകലെയും കേൾക്കരുത്. ഒരുപാട് തോട്ട്സുകൾ ഉള്ളവരാണ് നിങ്ങൾ. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു 21,000 തോട്ട്സുകളാണ്. തോട്ട്സുകൾ കൂടുന്നതനുസരിച്ച് ബ്രെയിൻ സ്ട്രെസ് കൂടും. സ്ട്രെസ് ഈസ് ഓവർ സ്ട്രെസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. ബ്രെയിനിൽ സ്ട്രെസ് വരുമ്പോൾ കറണ്ട് കൂടും, മാഗ്നറ്റിക് ഫ്രീക്വൻസി കുറയും. അതുകൊണ്ട് സ്വന്തം ഭാര്യയുടെ അടുത്തോ കാമുകിൻ്റെ അടുത്തോ സെക്സ് റിലേഷൻഷിപ്പ് വയ്ക്കുമ്പോൾ ബ്രെയിൻ ആൽഫ ലെവലിൽ ഉണ്ടാവണം. ഈ ആൽഫ ലെവൽ എങ്ങനെയാണ് ഗ്രഹങ്ങളിൽ അവർ കോഡ് ചെയ്ത് വച്ചിട്ടിരിക്കുന്നത്? ശ്രീ രവിചന്ദ്രൻ എന്തോ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ശ്രീ വിശ്വനാഥൻ എത്തിസ്റ്റ്, കേരള യുക്തിവാദി സംഘടന എന്തോ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ചില വിഷയങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ശരി എന്ന് തോന്നും. ഓരോരോ വ്യക്തിയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യം പോൽ ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കാം. ഈ പ്രപഞ്ചം ഒരു കോഡാണ്. പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭൗതിക സുഖം അനുസരിച്ചിട്ട് മനുഷ്യൻ അതാണ് ഇതാണ് എന്ന രീതിയിൽ ഡീകോഡ് ചെയ്തു വച്ചിരിക്കുകയാണ്. അതാണ് ശരി, ഇതാണ് ശരി എന്ന രീതിയിൽ ഡീകോഡ് ചെയ്തു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു കോഡിനെ ഇന്നത്തെ മോഡേൺ സയൻസാണ് പ്രപഞ്ചത്തിന് ഈ അജണ്ട ഇല്ല എന്ന രീതിയിൽ പരീക്ഷിച്ചും നിരീക്ഷിച്ചും കണ്ടെത്തിയ സയൻസികമായ മാറ്റങ്ങൾക്ക് വിധേയമായ അതെയും നമുക്ക് സ്വീകരിക്കണം. പൂർവികർ പറഞ്ഞത് എത്രത്തോളം ശരിയെന്നും നമ്മളത് സ്വീകരിക്കണം. പൂർവികർ പറഞ്ഞത് ശരിയാണ് എന്ന് ചിന്തിക്കരുത്. കേവലയുക്തി, മഹായുക്തി. കേവലയുക്തിൻ്റെ പരിണാമമാണ് മഹായുക്തി. ആ രീതിയിൽ വേണം പ്രപഞ്ചത്തെ നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും. ഈ ഒരു ചിന്ത നിങ്ങളുടെ എല്ലാ ബ്രെയിൻ അപ്ഡേറ്റ് ചെയ്ത് വച്ചോളൂ. പരീക്ഷണം, നിരീക്ഷണം, ഗവേഷണം, ഇതാണ് പൂർവികരുടെ കാഴ്ചപ്പാട്. പ്രമാണത്തിലിരുന്ന് പ്രതിഭാസം. ഇന്നത്തെ സയൻസികമായ കാഴ്ചപ്പാട് പ്രതിഭാസത്തിലിരുന്ന് പ്രമാണം. പരീക്ഷിച്ച് നിരീക്ഷിച്ച് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ പൂർവികർ ചെയ്ത കാര്യങ്ങൾ ഭാഗികമായി ശരിയെന്ന് തോന്നും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ പ്രപഞ്ചത്തെ മെക്കാനിസമായി നിങ്ങൾ വീക്ഷിക്കുമ്പോഴാണ് ശരിതെറ്റുകൾ നിങ്ങൾ സ്വന്തം നിലയ്ക്ക് കണ്ടെത്താം. അല്ലാത്ത പക്ഷത്തിൽ നിങ്ങൾ തികച്ചും അന്ധവിശ്വാസിയാണ്. ഇനി നമുക്ക് ജ്യോതിഷം എന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് യാത്ര ചെയ്യാം. സെക്സ് എങ്ങനെ? സാധാരണ ല എന്നും എഴുതിയിരിക്കുന്ന കൽവി
നിങ്ങൾ ജനിച്ച സമയം. പക്ഷെ ജനിച്ച സമയം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, രാത്രി ജനിച്ചാലും പകൽ ജനിച്ചാലും ഉച്ചയ്ക്ക് ജനിച്ചാലും അച്ഛൻ്റെയും അമ്മേൻ്റെയും പാരമ്പര്യം തന്നെയാണ്. ഇത് പ്രോഗ്രാമിങ്. പക്ഷേ കൗണ്ടർ ചെയ്യാൻ ഒരു രസകരമായ ഒരു പോയിൻ്റ് എത്താൻ ലഗ്നം, അതിന് മേലെ നിങ്ങൾ ചിന്തിക്കാതെ. ഓക്കെ ബോസ്, ഗോയിങ് ടു പോയിന്റ്. ചിന്തിക്കാം. ഉദാഹരണം, നിങ്ങൾ ചുമ്മാ ഒരു രസകരത്തിന് പോയിൻറ്റ്സിന് വേണ്ടിയിട്ട് കന്നി ലഗ്നത്തിൽ ജനിച്ച ഒരാൾ, ശുക്രൻ അഷ്ടവർഗത്തിൽ 6 ബലം മുകളിൽ. ഇത് ലോജിക്കാണ്. ഈ ശുക്രൻ എന്ന കോഡ് നിങ്ങളുടെ പൂർവികർ അവനവൻ പത്നിയെ എങ്ങനെ സുഖിപ്പിച്ചു, എങ്ങനെ അനുഭവിച്ചു എന്ന കോഡാണ് ശുക്രൻ. അല്ലാണ്ട് നിങ്ങൾ തലയിൻ്റെ മുകളിൻ്റെ കറങ്ങുന്ന ഗ്രഹമല്ല ശുക്രൻ. അതല്ല ശുക്രൻ. അതൊരു കോഡ് ഓഫ് തിയറി, ഡോക്ട്രിൻ സിഗ്നേച്ചർ. ശ്രീ രവിചന്ദ്രൻ ഡോക്ട്രിൻ സിഗ്നേച്ചറെ കുറിച്ച് കൂടുതൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്തിൽ അദ്ദേഹത്തിന് ഞാൻ പ്രണാമം ചെയ്യുന്നു. ബിഗ് സല്യൂട്ട് ശ്രീ രവിചന്ദ്രൻ സാർ. നമുക്ക് ഇതിലേക്ക് വരാം. ആ ശുക്രൻ അഷ്ടവർഗത്തിൽ 6 ബലം ഉണ്ട്. ആ ശുക്രൻ ഇടവത്തിലാണ്, നവാംസകത്തിൽ മീൻ. അപ്പോൾ സെക്സിൽ വിദഗ്ധനായിരിക്കും അവൻ. ഒരു സ്ത്രീയെ എങ്ങനെ സുഖിപ്പിക്കാം പറയാൻ കാരണം, എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട്, ഞാൻ സ്ഥലം പറയുന്നില്ല, അയാളുടെ ജാതകത്തിൽ ശുക്രൻ ബലമില്ല, 2 ബലം നീചൻ, 3 പെൺകുട്ടികളുണ്ട് അയാൾക്ക്. ഭാര്യയുടെ ജാതകത്തിൽ ശുക്രൻ നല്ല ബലം നല്ലുണ്ട്. അപ്പോൾ അവൾ സെക്സിൽ താല്പര്യമുള്ളവൾ കൂടുതൽ. കുറേ കുട്ടികളാവണത് കൊണ്ട് സെക്സ് ഹാപ്പി എന്ന് വിചാരിച്ചു കൂടാ. പക്ഷേ ഒരു സ്ത്രീക്ക് സെക്സ് ഒരു സ്ത്രീക്ക് നിങ്ങൾ പൂർണ്ണ സംതൃപ്തി കൊടുത്താൽ ഒരിക്കലും അവൾ ഡെഡ് ബോഡിയെ കൊണ്ടുപോയിട്ട് ശ്മശാനത്തിൽ കത്തിക്കണ വരെ നിങ്ങൾ അവളെ മറക്കില്ല. അത്രയും സുഖമാണ് സ്ത്രീക്ക് സെക്സ്. പക്ഷേ മതങ്ങളും ഗ്രന്ഥങ്ങളും പുരാണങ്ങളും അതിനെ ശാപം എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടിക്കൽ ഫിസിക്സും ഹ്യൂമൻ അനോട്ടോമിയും സെൽ ഫിസിക്സും ജീനും ക്രോമസോമുകളെക്കുറിച്ച് നമ്മൾ ബേസിക് നോളജ് പഠിച്ചാൽ പുരാണങ്ങൾ കെട്ടുകഥകൾ പോലെ തോന്നും. ആ പഠിക്കാത്ത ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നെ വേറൊന്നായി തോന്നും. അതുകൊണ്ട് സയൻസികമായ ചിന്തയാണ് ദൈവീകമായ ചിന്ത. സയൻസിനെ നിങ്ങൾ ഈശ്വരനാക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഹാപ്പിയാണ്. പക്ഷേ സയൻസ് എന്ന് പറയുന്നത് മിസൈൽ കണ്ടുപിടിക്കേണ്ടതും ചൊവ്വാഗ്രഹത്തിൽ എന്താണ് ഉള്ളത് കണ്ടുപിടിക്കേണ്ടതും എൻട്രോസൾഫാണും ആൻഡ്രോയിഡ് മൊബൈലും അല്ല. അതിൻ്റെ ഒരു ദർശിച്ച ഭാഗമാണ്. എല്ലാം സയൻസ് എന്ന രീതിയിൽ ആ രീതിയിലാണ് അത് വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് അത് തെറ്റായ വാദം മനസ്സിലാക്കാം. അപ്പോൾ ആ സ്ത്രീ അവിടെ വരുന്ന ഒരു പയ്യനായിട്ട് ബന്ധപ്പെട്ടു. സ്വന്തം ഭർത്താവ് സ്വന്തം സ്ത്രീയെ ബന്ധപ്പെടുമ്പോൾ അത്ര ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. പറയാൻ കാരണം ആദ്യം കല്യാണം കഴിച്ചാൽ കുറച്ച് അവിടെ ഇവിടെ മുളേൻ്റെ കാമ്പിനെ ചൂപ്പ, പിന്നെ യോനിയിൽ നക്കി കൊടുക്കുക, പുരുഷൻ്റെ യോനി ലിംഗത്തിനെ ചോദിച്ചു കൊടുക്കുക. ആ ഫസ്റ്റ് അറ്റംല വരും. പിന്നെ ഇവൾ വിചാരിക്കുന്നത് പോൽ ഭർത്താവ് ആവണില്ല, ഭർത്താവ് വിചാരിക്കുന്നപ്പോൾ ഭാര്യ ആവണില്ല എന്ന് പറയുമ്പോൾ ആ സെക്സ് ഡ്രൈവ് കുറഞ്ഞ് വന്ന്
സ്ത്രീ മലർന്ന് കിടന്നാൽ ഭർത്താവ് തൻ്റെ ലിംഗത്തിന് വെച്ച് യോനിയിൽ ഫ്ലക്ക് ചെയ്ത് ഒരു 3 മിനിറ്റ് 4 മിനിറ്റോ ശുക്ലം പോകുന്ന വരെ അങ്ങനെ കയറ്റി പിന്നെ അവൻ ചുരുണ്ട് അപ്പുറത്ത് കിടക്കും, ഇവൾ ചുരുണ്ട് ഇപ്പുറത്ത് കിടക്കും. അതുകൊണ്ട് പുരുഷനും പറയില്ല, സ്ത്രീയും പറയില്ല, വിമിഷ്ടമുണ്ടാവും. പിന്നീട് പുരുഷന്മാർക്കും സ്ത്രീമാർക്കും താല്പര്യക്കുറവ് ഉണ്ടാവും. ഇതാണ് സെക്സ്വലി കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവവികാസം. ഇന്നത്തെ ആൻഡ്രോയിഡിൽ ഒരു പെണ്ണിനെ 5 ആൾ ചെയ്യുക, ഒരു പെണ്ണ് 5 പുരുഷന്മാരുടെ ലിംഗത്തെ ചൂപ്പ, ശുക്ലത്തിനെ കുടിക്കുക, ഇങ്ങനത്തെ ഉള്ള വളരെ ഇലുമിനാറ്റികൾ എന്ന് പറയുന്ന അറിയാം. ഇലുമിനാറ്റികൾ നിങ്ങൾക്കറിയാം, യൂസിഫൽ സിനിമ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഇലുമിനാറ്റികൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനത്തുള്ള കേസുകൾ കൊടുത്ത് ജനങ്ങളുടെ ബ്രെയിനെ മത്ത് പിടിപ്പിക്കുന്നു. അവർ രാജ്യത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്തു? കുറേ കുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഇതെല്ലാം കണ്ട് സ്വന്തം ഭർത്താവ് സ്വന്തം ഭാര്യയുടെ അടുത്ത് ലിംഗത്തിന് വെച്ചിട്ട് ഇതാ കുടിച്ചെന്ന് പറഞ്ഞാൽ അറപ്പ് എന്ന് പറയുന്ന ഭാര്യവും അറപ്പ് എന്ന് പറയുന്ന പുരുഷനും വേറെ സ്ത്രീയിനടുത്തും പുരുഷന്മാർക്കും ഈ ലൈംഗിക ലീലയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സുഖം കിട്ടിയാലും എല്ലാ ആർഷഭാരതത്തിൽ ജീവിക്കുന്നവരെ കൊണ്ട് ചെറിയൊരു കുറ്റബോധം ഉണ്ടാവും. അതുകൊണ്ട് പുരുഷനുക്കും സ്ത്രീമാർക്കും തലയിൽ ഒരു മത്ത് പിടിച്ചൊരു മത്ത് ഇതുണ്ടാവും. അതുകൊണ്ട് ഈ കഥയിൽ വരുന്ന ആൾ ആ പയ്യനാട് സെക്സ് ഡ്രൈവ് വെച്ചു. 3 പെൺകുട്ടികളുണ്ട്. അവൻ എല്ലാ രീതികളും മൊബൈലിൽ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ രീതികളും ചെയ്ത് ആ പെണ്ണിനെ സുഖിപ്പിച്ചെടുത്തു. പെണ്ണ് അവസാനം ആ പെണ്ണിക്ക് 39 വയസ്സ്, പയ്യനുക്ക് 28 വയസ്സ്, ഒളിച്ചോടി. ഇത് നടക്കണതാ. അതുകൊണ്ട് അവൻ്റെ ജാതകത്തിൽ ശുക്രബലം ഉള്ളതും സ്ത്രീൻ്റെ ജാതകത്തിൽ ശുക്രബലം ഉള്ളതും ഭർത്താവിന് ശുക്രബലം ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. ഇതാണ് കോഡ് ഓഫ് തിയറി. ഈ കോഡ് ഓഫ് തിയറി വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. പറഞ്ഞു തരാം. ഒരാൾ ജാതകത്തിൽ 7 ശനി, ഡോട്രിൻ സിഗ്നേച്ചർ. നമ്മളുടെ മുനികൾ ശനീൻ്റെ ഡോട്രിൻ സിഗ്നേച്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതൊരു സിഗ്നേച്ചറാണ്, പക്ഷെ വളരെ ഭാവാത്മകമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങൾ വളരെ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ശനി മെല്ലെ കറങ്ങും. 2.5 വർഷമാണ് ഈ ശനിഗ്രഹം സൂര്യനെ ചുറ്റി വരാൻ സമയം പിടിക്കുന്നു. കറുത്ത നിറം. അതുകൊണ്ട് ഇത് സെക്സ് ഭാവത്തിൽ വയ്ക്കുമ്പോൾ സെക്സിൽ താല്പര്യമില്ലാത്തവളായി വരും. അതാണ് ശനി 7-ൽ വന്നാൽ പാവജാതകം. പക്ഷേ കേരളത്തിലുള്ള അസ്ട്രോളജർമാർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, പാവജാതകത്തിന് പാവജാതകം തന്നെ വേണം എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ഉള്ളവനുക്ക് എയ്ഡ്സ് ഉള്ളവൾ തന്നെ വേണം. ആ രീതിയിലാണ് കാൺസെപ്റ്റ് തെറ്റിട്ട് ചെയ്യണത്. അവരുടെ കാൺസെപ്റ്റ് എന്താ എന്ന് പറഞ്ഞാൽ, 7-ൽ ശനി വന്നാൽ സെക്സിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതേ പുരുഷനുക്ക് 7-ൽ ശനി വന്നാൽ സെക്സിൽ താല്പര്യം ഉണ്ടാവില്ല. ഇവർ പറയണത് മൈനസ് പ്ലസ് എന്നാ. പക്ഷേ മൈനസ് പ്ലസ് എന്ന് പറയുന്നത് അത് ഊർജ്ജശാസ്ത്രപരമായിട്ടാണ് നോക്കേണ്ടത്. ഭൗതിക സുഖത്തിൽ അങ്ങനെ നോക്കിയാൽ തെറ്റിപ്പോവും. ഇപ്പം നിങ്ങൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഡിസീസ് ഉണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസീസ് ഇല്ല. പക്ഷെ ആ രീതിയിൽ ഒരു കൊളാക്യൽ ലാംഗ്വേജാണ് കേരളത്തിൽ അസ്ട്രോളജർമാർ ഉപയോഗിക്കുന്നത്. 7-ൽ ശനി വന്നാൽ പാവജാതകം, അവൾ സെക്സിൽ താല്പര്യം ഉണ്ടാവില്ല, ഇവനക്ക് സെക്സിൽ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ 2 ആൾക്കും സെക്സിൽ താല്പര്യമില്ലാതെ ബന്ധപ്പെട്ടാൽ കുട്ടികൾ ജനിക്കും. പക്ഷെ ജനിക്കുന്ന കുട്ടിക്ക് ഐക്യു പവർ ഉണ്ടാവില്ല. ഒരു സ്ത്രീ
എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്? സ്വന്തം ഭർത്താവോ? ശരിക്കും പറഞ്ഞാൽ മേടൻ രാശി തൊട്ട് മീനരാശി വരെ, അത് ആണും ആവാം പെണ്ണും ആവാം, മെല്ലെ അവൻ്റെ നാവിൻ നുണിഭാഗമെടുത്ത് ഇടവരാശിയെ സ്പർശിക്കണം. ഇടവരാശി എന്ന് പറഞ്ഞാൽ ചെവിൻ്റെ ഭാഗം. അതിൻ്റെ പിൻഭാഗത്തിൽ മൃദുവായി നാവ് വെച്ച് നിങ്ങളുടെ ശ്വാസം ആൽഫ സ്ഥിതിയിൽ ഉണ്ടാവണം. നിങ്ങൾ ശരിക്കും ശ്വാസത്തിന് ഗതപ്പ് വരാൻ പാടില്ല. അപ്പോൾ അതാണ് ഇടവൻ രാശി. മിഥുനൻ രാശി എന്ന് പറയുന്നത് കഴുത്ത്. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും കഴുത്ത് ഭാഗത്ത് നാവ് കൊണ്ടും കൈ കൊണ്ടും മൃദുവായി സ്പർശിക്കണം. പിന്നെയാണ് കർക്കടകൻ രാശി, സ്ത്രീൻ്റെ മാറിടം. അത് സ്ത്രീയും പുരുഷൻ്റെ മാറിടത്തിനെ സ്പർശിക്കണം. പറയാൻ കാരണം പുരുഷനുക്കും ഈസ്ട്രജൻ ഉണ്ട്, സ്ത്രീൻ്റെ അളവ് അല്ല. സ്ത്രീക്ക് പുരുഷ ഹാർമോൺ ഉണ്ട്, പക്ഷേ വാല്യൂസും കുറവാണ്. അതുകൊണ്ട് കർക്കടകൻ രാശി എന്ന് പറയുന്നത് മാറിടം. സ്ത്രീയുടെ മാറിടത്തിൻ്റെ കാമ്പുകളെ സ്പർശിക്കണം. ആ കാമ്പിൻ്റെ അടിഭാഗം ഒരു സ്ത്രീ സ്വന്തം മക്കൾക്ക് ഇങ്ങനെ അമിജ്ഞ പാൽ കൊടുക്കുമ്പോൾ, കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോഴും ഒരു സുഖം, അതാണ് ഓർക്കിസം ഉണ്ടാക്കുന്ന ചില എൻസൈമുകൾ കാമ്പിൻ്റെ അടിഭാഗത്തിലാണ്. അതുകൊണ്ട് പുരുഷൻ ആ കാമ്പിനെ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ 12, 1, 3, 4, 5 ഇങ്ങനെ പോലെ ക്ലോക്ക് വൈസിൽ നാവിനെ കാമ്പിൻ്റെ ഭാഗത്ത് വയ്ക്കണം. സ്ത്രീയും അങ്ങനെ തന്നെയാണ്, പക്ഷേ ആവേശം പടരത്. അപ്പോൾ പുരുഷനുക്ക് ശുക്ലം മുട്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലഗ് ചെയ്ത് ശുക്ലത്തിനെ പോക്കരുത്. പറഞ്ഞു തരാം. കർക്കടക രാശി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചിങ്ങൻ രാശി. ആണിൻ്റെ കൊക്കുൾ ഭാഗവും സ്ത്രീൻ്റെ കൊക്കുൾ ഭാഗവും നാവ് കൊണ്ട് സ്പർശിക്കണം. സ്ത്രീൻ്റെ തിരുവള്ളുവൻ അനിച്ച മലർ എന്നാ പറയുന്നത്. ഒരു പൂവിനെ പോൽ വേണം സുഖം അനുഭവിക്കാൻ കാമത്ത് വാളിൽ തിരുവള്ളുവൻ്റെ പ്രസ്താവന. അതുകൊണ്ട് സൂക്ഷ്മമായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ആ രീതിയിൽ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ അടുത്ത രാശിയാണ് തുലാം രാശി. പുരുഷൻ്റെ നാഭി, സ്ത്രീൻ്റെ നാഭി. ഇത് രണ്ടും സ്ത്രീയും പുരുഷനുക്ക്, മറ്റാളും സ്ത്രീക്ക് നാഭിഭാഗത്തിൽ വിരലുകൊണ്ടും കൈകൊണ്ടും സ്പർശിക്കണം. പിന്നെ നേരിട്ട് യോനിലേക്ക് പോകുന്നത് വൃശ്ചിക രാശി വിടരുത്. മീനൻ രാശിയാണ് സ്ത്രീയിൻ്റെ പാദവും പുരുഷൻ്റെ പാദവും. ഈ ബന്ധപ്പെടുന്ന മുൻപ് നല്ല കുളിച്ച് വൃത്തിയാക്കി ജവാദ് ഇല്ലെങ്കിൽ ജാസ്മിൻ, ഈ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആവരുത്. കൂടുതൽ സെക്സ് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ ജാസ്മിൻ. ചില ആൾക്കാർക്ക് ജാസ്മിൻ എന്ന് പറയുന്നത് അലർജി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഭാര്യയോട് ഏത് സ്മെല്ലാണ് കൂടുതൽ താല്പര്യം വയ്ക്കുക. സ്ത്രീയോ ഭർത്താവോടും ചോദിക്കുക. അലർജി ഉള്ള എസൻസ് ആണെന്നുണ്ടെങ്കിൽ സെക്സ് ഡിസോർഡർ വരും, അത് ചോദിക്കുക. രണ്ടാളും ബന്ധപ്പെടാത്ത മുൻപ് ഒരുമിച്ചിട്ട് വേണം ബാത്റൂമിൽ കുളിക്കാൻ. ഇതിനെക്കുറിച്ചിട്ട് വാത്സ്യായനർ ജ്യോത്സ്യമായിട്ട് ബന്ധപ്പെട്ട സെക്സ് സൂത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാളും ഒരുമിച്ചിട്ട് വേണം ബാത്റൂമിൽ കുളിക്കാൻ. കുളിച്ചിട്ട ശേഷം എടുത്തപാടി ബന്ധപ്പെടരുത്. എന്നിട്ട ശേഷം മീനൻ രാശി സ്ത്രീയുടെ 10 വിരലും പുരുഷൻ ഒരു പുരുഷൻ്റെ യോനിയെ സ്ത്രീകൾ എങ്ങനെയാണ് ആക്കി കൊടുക്കുന്നത്, അതേപോൽ 10 വിരലയും ഒരു പുരുഷൻ്റെ യോനി പോൽ സ്ത്രീയും, സ്ത്രീൻ്റെ 10 വിരലും സ്ത്രീൻ്റെ യോനി പോൽ പുരുഷനും.
അങ്ങനെ മീനൻ രാശി കാലിൻ്റെ അടിഭാഗം, കാലിൻ്റെ നടുക്ക്, ഈ കാലിൻ്റെ നടുക്കാണ് ബ്രെയിനിലുള്ള എല്ലാ നെർവസ് സിസ്റ്റമും കായകൽപ്പത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ കാലിൻ്റെ ഭാഗത്ത് പുരുഷൻ സ്ത്രീൻ്റെ വളത്തേക്കാൾ എടുത്ത് നാവ് കൊണ്ട് ചുഴട്ടി കൊടുക്കണം. പുരുഷനും സ്ത്രീയും ആ ഭാഗത്ത് തന്നെ. ഇങ്ങനെ കാലിൻ്റെ അടിഭാഗത്തിൽ വരുമ്പോൾ സ്ത്രീക്ക് രതിമൂർച്ഛൻ്റെ തുടക്കം ആവും. സ്ത്രീൻ്റെ പുരുഷൻ്റെയും ബ്രെയിൻ ആൽഫ ലെവലിൽ എത്തും. പിന്നെ മകരൻ രാശി കാല്, പിന്നെ ധനുരാശി എന്ന് പറയുന്നതാണ് 2 തുട മുഴുവനും സ്പർശിച്ചും ഉമ്മ കൊടുത്തും. അവസാനം വൃശ്ചികൻ രാശി. വൃശ്ചിക രാശി വരുമ്പോൾ 2 ആൾക്കാർ, പുരുഷൻ്റെ ലിംഗമും സ്ത്രീൻ്റെ യോനിയും കിളുകി വൃത്തിയാക്കി ശുദ്ധി ചെയ്യണം. വേറെ ഒരു ഇൻഫെക്ഷനോ ഭർത്താവ് ബീഡി വലിയോ കഞ്ചാവോ സ്ത്രീക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻസും ഉണ്ടാകും. സെക്സ് ട്രാൻസ്ഫർ ഡിസീസ്, സെക്സ് ഇൻഫെക്ഷനിലേക്ക് പോകും. അതുകൊണ്ട് സ്ത്രീൻ്റെ കന്ത് എന്ന് പറയും. ആ കന്താണ് ശുക്രൻ ഉച്ചരാശിയിൽ വരുമ്പോൾ രതിമൂർച്ചയിൽ ആനന്ദമുള്ളവളായിരിക്കും. അങ്ങനെ പുരുഷനും സ്ത്രീ ആവുമ്പോൾ സ്ത്രീക്ക് രതിമൂർച്ച ആവണ സമയത്ത് സ്വന്തം ഭാര്യയോടോ കാമുകിയോട് ചോദിക്കാം ആയോ പറയാൻ. കാരണം ഒരു പുരുഷനുക്ക് ശുക്ല വരുമ്പോൾ ഒരു മത്ത് പോൽ തുടങ്ങുമ്പോൾ സ്ത്രീക്കും ഓർക്കിഷ വരുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ അവളോട് തന്നെ ചോദിക്കണം ഓർക്കിസം ആയോ. അങ്ങനെ വരുന്നത് പോൽ ആ സമയത്താണ് നിങ്ങൾ ഫ്ലഗ് ചെയ്യേണ്ടത്. അങ്ങനെ അവളുടെ ഓർക്കിസം സംഭവിക്കുന്ന സമയത്തും നിങ്ങളുടെ ലിംഗത്തിലിരുന്നും ശുക്ലം പോണതും ഒരേ ടൈമിലായിരിക്കണം. അങ്ങനെ അനുഭവിക്കുമ്പോൾ ജീവിതം സ്വർഗീയമാവും. ഭാര്യ ഭർത്താവിനെ ദൈവം പോൽ കാണും. ഇതാണ് സെക്സ് ഭാവം. ഒരു ജാതകത്തിൽ, സ്ത്രീ ജാതകത്തിൽ പുരുഷ ജാതകത്തിലും ശുക്രൻ ഉച്ചരാശിയിൽ അഷ്ടവർഗത്തിൽ ബലമുണ്ടെങ്കിൽ 2 ആളും സെക്സ് ഡ്രൈവിൽ അഗ്രഹണീയനായിരിക്കും. അവർക്ക് ജനിക്കുന്ന കുട്ടികൾ മെൻ്റൽ പവറായിരിക്കും. ഇപ്പോൾ സെക്സ് നിങ്ങൾ കാണണം. എങ്ങനെയാണ് ഇപ്പോൾ സെക്സ് നടക്കുന്നത്? വിഭജിക്കുകയാണ് സ്വന്തം ഭാര്യനെ. എങ്ങനെ? ഇവൻ 2 ദിവസം മുൻപ് ഭാര്യ പറയും, ഏട്ടാ എനിക്ക് ആലുക്കാസിൽ എനിക്ക് 1.5 പവൻ കമ്മൽ വേണം. അപ്പോൾ ഇവൻ്റെ കീസയിൽ ഒരു 42,000 പവൻ കണ്ടിട്ടുണ്ടാവും. അത് കണ്ടിട്ടാണ് ഏട്ടാ ആലുക്കാസിൽ ഒരു കമ്മൽ വേണം പറയുന്നത്. അപ്പോൾ ഇവൻ അത് വേറൊരു പൈസയ്ക്ക് വേണ്ടി ഇവൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇവളോട് പറയും, ഇത് എൻ്റെ പൈസ ഇല്ലടി, ഇത് എൻ്റെ കൂട്ടുകാരൻ തങ്കപ്പൻ എൻ്റെ അടുത്ത് ആ KSF ലോൺ അടിക്കാൻ വേണ്ടി തന്നതാണ് എന്നവൻ പറയും. അവൾ വിശ്വസിക്കില്ല. ഏട്ട കളവ് പറയാണ്. അന്ന് രാത്രി ഭർത്താവ് ഇവനെടുത്ത് മൂടായിട്ട് വരുമ്പോൾ ഇവൾ പറയും, എനിക്ക് ഇതിനോട് സെക്സോട് മൂടില്ല. അവനക്ക് സെക്സോട് നല്ല മൂടായിരിക്കും. കിട്ടിയാൽ ഒന്ന് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നും. അവസാനം ചുരുണ്ടപ്പുറത്ത് കിടക്കും. ഇവൻ ഒരു കളവ് പറയും, ആ പൈസ വേണമെങ്കിലും അവനക്ക് 1 മാസം കഴിച്ച് കൊടുക്കാം, തൽക്കാലം ഈ കമ്മൽ വാങ്ങിച്ച്. ഇവൻ ആ സെക്സ് മൂടുക്ക് വേണ്ടിയിട്ട് ഈ പൈസേനെ അവൾക്ക് കൊടുക്കും. കൊടുത്തിട്ട ശേഷമാണ് വിഭജിക്കുന്നത്. പറയാൻ കാരണം അവിടെ അപ്ലിക്കേഷൻ പണം വെച്ചിട്ടാണ് സ്വന്തം ഭാര്യനെ ബന്ധപ്പെടുന്നത്, സോപ്പിട്ട്. അപ്പോൾ ഈ സോപ്പിട്ട് ബന്ധപ്പെടുമ്പോൾ ആ തോട്ട്സ് ജനിക്കുന്ന കുട്ടികളെ ബാധിക്കും. മൃഗങ്ങൾക്ക് അതില്ല, മനുഷ്യർക്ക് മാത്രം. സൊസൈറ്റി അങ്ങനെ ആക്കി കഴിഞ്ഞു. പണവും ധനവും ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് ഈ സെക്സ്വൽ കോഡ് മുഴുവനെ ട്രാപ്പാണ്. അതുകൊണ്ട് ഇവനക്കും സെക്സ് കിടക്കും, അവനക്ക് സെക്സ് കിടക്കും. പക്ഷെ അവിടെ കച്ചവടം ചെയ്തിട്ടാണ് സെക്സ് അനുഭവിക്കുന്നത്. ആ കച്ചവടം ചെയ്ത സെക്സിൽ ഇവന് മെൻ്റലി ഹാപ്പിനെസ് അല്ല. ആ ശുക്ലമാണ് പോയി കിട്ടിയാൽ മതി. പക്ഷേ കച്ചവടം, ആ തോട്ട്സ് ജനിക്കുന്ന കുട്ടിക്കും സബ്ജക്റ്റീവ് സൈബിൾസ്, അതിൽ ജനിക്കുന്ന കുട്ടിക്കും വളരുമ്പോൾ അച്ഛനെ അമ്മയും കച്ചവട സരക്കായി മാറും. അവസാനം കൊണ്ടുപോയിട്ട് ഓർഫനേജിൽ ചേർക്കും, ഇവർ ഹാപ്പിയാവും. ഇതാണ് കോഡ് ഓഫ് തിയറി. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഭാര്യ ഭർത്താക്കളെ കേൾക്കുന്നവർ
ഞാൻ പറഞ്ഞ ഉപദേശങ്ങളൊന്നും വേണ്ട. നിങ്ങൾ നാട്ടിൽ സെക്സ് സൈക്കോളജി ഡോക്ടർമാരെ കണ്ടാൽ മതി. ഇതിലും കാട്ടിലും ഡെപ്തായിട്ട് അവർ പറഞ്ഞു തരും. ഒരാളുടെ ജാതകത്തിൽ ശുക്രനെ വെച്ചിട്ട് ഈ രീതിയിലാണ് ചിന്തിക്കുക. ഇനി ചൊവ്വ വന്നാൽ അറപ്പ് സാധനമാണ്. കുറേ കോഡുകളൊക്കെ ഉണ്ട്. തുടർന്ന് കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രശാന്തേട്ടനും അവർ കുടുംബത്തിനും അവരുടെ ഭഗവാൻ അതിങ്ങടിക്കട്ടെ. എല്ലാ സബ്സ്ക്രൈബർമാർക്കും നല്ല നമസ്കാരം, നന്ദി. എല്ലാ ദിവസവും ഇനി 2 ദിവസം കഴിഞ്ഞാൽ ലൈവ് പരിപാടി വരാൻ പോവാണ്. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് വേണം. നല്ല നമസ്കാരം, നന്ദി.